ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധിക നടുവിൽ കയ്യും വെച്ചുകൊണ്ട് എൻ്റെ അമ്മേ, എൻ്റെ പൊന്നോ, എന്തൊരു വേദന എന്നും പറഞ്ഞുകൊണ്ട് നടന്നു വരിക. ആ സമയത്ത് ഗീതുവിൻ്റെ മുറിയിൽ നിന്നും ഒരു പാട്ടിൻ്റെ ശബ്ദം. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു എന്ന് പറഞ്ഞ പാട്ടായിരുന്നു കേട്ടോ. ആ പാട്ട് കേട്ടതും രാധിക പതുക്കെ ഗീതുവിൻ്റെ മുറിയിൽ പോയി ഒളിഞ്ഞു നോക്കുമ്പോഴതാ ഗോവിന്ദൻ്റെ ഫോട്ടോയും എടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഗീതു ഭയങ്കര ഡാൻസ്. എത്രയോ ജന്മമായി ഇവൾക്ക് ഒരു കുഴപ്പമില്ലേ എന്നും പറഞ്ഞുകൊണ്ട് രാധിക അന്തം വിട്ട് നോക്കുക. എടി ഭയങ്കരി, നിനക്കൊരു കുഴപ്പമില്ല, എന്നിട്ട് നീ എൻ്റെ കണ്ണനെ പറ്റിച്ച് അവൻ്റെ തോളിൽ കയറി നടക്കുക എല്ലേടി, ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കോടി എന്നും പറഞ്ഞ് രാധിക വീണ്ടും നോക്കി. അപ്പോഴതാ ഗീതു കറങ്ങി ഡാൻസ് കളിക്കുക. ഇവൾക്ക് കാലിന് ഒരു കുഴപ്പമില്ല, ഇതിപ്പം തന്നെ കണ്ണനെ വിളിച്ച് കാണിച്ചിട്ടേ കാര്യമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് രാധിക വീണ്ടും ഞൊണ്ടി അങ്ങ് പോവുക. അപ്പോഴേക്കും ഗോവിന്ദ അങ്ങ് വരിക. കണ്ണ, നീ എവിടെ പോവാ? ഗീതുവിനെ കാണാൻ. കാലൊടുങ്ങി കിടക്കുന്ന അവളെ സംരക്ഷിക്കാൻ പോവാണോ? അത് കേട്ടതും അതെ അമ്മേ, പാവമല്ലേ അവളുടെ കാല് വയ്യാതിരിക്കുമ്പോൾ ഞാനല്ലേ അവൾക്ക് താങ്ങായിരിക്കേണ്ടത്. അത് കേട്ടതും അവൾക്ക് കാല് വയ്യെന്ന് ആര് പറഞ്ഞു? അവക്കെ ഒരു കുഴപ്പമില്ല. ഇതൊക്കെ നിന്നെ കാണിക്കാൻ വേണ്ടി, നിന്നെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള അവളുടെ അഭിനയം കണ്ണ. ഒന്ന് പോമേ, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എത്ര വലിയ ശത്രു ആയാലും ആപത്ത് സമയത്ത് അവരുടെ കൂടെ നിൽക്കണം. എൻ്റെ കണ്ണ, ഞാനിപ്പോൾ ചെന്നപ്പോൾ അവൾ ആ മുറിക്കകത്ത് പാട്ടം വെച്ചിരുന്ന് ബ്രേക്ക് ഡാൻസ് കളിക്കുക. അത് കേട്ടതും ഗോവിന്ദ ആ പാട്ട് ശ്രദ്ധിക്കുക. എൻ്റെ അമ്മേ, ഇത് ബ്രേക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയ പാട്ടാണോ? എടാ, നിനക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല, നിന്നെ ഞാൻ നേരിട്ട് കാണിച്ചു തരാം, വാ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ്റെ കയ്യും പിടിച്ച് വലിച്ച് രാധിക അങ്ങ് പോവുക. നോക്ക്, നീ തന്നെ നോക്ക്, എന്നെ കണ്ട അവൾ ചിലപ്പോൾ ഒളിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ഗോവിന്ദ് നോക്കിയപ്പോൾ ഗീതു കട്ടിലേൽ കാലും നീട്ടിയിരുന്ന് ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന പോലെ കാണിക്കുക. അത് കണ്ടതും പാവം, ഇരുന്ന് ഡാൻസ് കളിക്കുന്നതിനെയാണോ അമ്മ ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞത്? എന്താ അമ്മ ഇത്? എന്താടാ, അമ്മ തന്നെ പോയി കാണുക, ഗീതു ഡാൻസ് കളിക്കുന്നത് അമ്മയ്ക്കും കാണാൻ പറ്റും. അത് കേട്ടതും രാധികയെ ഒളിഞ്ഞു നോക്കുക. അപ്പം രാധിക വീണ്ടും ഞെട്ടി. എടി ഭയങ്കരി, എത്ര പെട്ടെന്നാ ഇവള് കാലൊളിഞ്ഞതുപോലെ വീണ്ടും അഭിനയിക്കുന്നത്. കണ്ണാ, ഞാൻ പറയുന്ന സത്യ, ഇത്രയും നേരം ഇവളിവിടെ നിന്ന് ഭയങ്കര ബ്രേക്ക് ഡാൻസ് ആയിരുന്നു. അപ്പം ഗീതു അത് കാണുക. കണ്ണേട്ടാ, എന്താ കണ്ണേട്ടാ ഇത്? എവിടെയായിരുന്നോ? ഞാനൊന്ന് താഴേക്ക് പോയതാ മോളൂ. കണ്ണേട്ടാ, ഒരു കോഫി കുടിക്കാൻ തോന്നിയിട്ട് എത്ര നേരമായെന്നറിയാമോ? ഞാൻ കാഞ്ചനയെ ഫോൺ വിളിച്ചായിരുന്നു, കാഞ്ചന എടുത്തില്ല. എടി, നീ ഇവിടെ കിടന്ന് അഭിനയിക്കൊന്നും വേണ്ട, നിനക്ക് കാലിന് ഒരു കുഴപ്പമില്ല. നീ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടതാ. എൻ്റെ ഭഗവാനെ, ഇതെന്തൊരു നുണയാ കണ്ണേട്ടാ, ഞാനിവിടെ ഇരുന്ന ഡാൻസ് കളിച്ചത്. പിന്നെ വേദന മാറാനാ പാട്ട് വെച്ച് ഇങ്ങനെയൊക്കെ കാണിച്ചത്. അല്ലാതെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ തന്നെത്താനെ പോയൊരു കോഫി ഞാനിട്ട് കുടിക്കില്ലേ? പിന്നെ അമ്മയ്ക്കും ഇട്ട് തന്നാനെ. ഇത് വല്ലാത്ത കഷ്ടമാണ് കേട്ടോ കണ്ണേട്ടാ. എനിക്കറിയാം മോളെ, മോക്ക് കോഫി വേണോ? എന്നാ പിന്നെ കുറച്ച് കോഫി ഫ്ലാസ്കിൽ ഇട്ടോണ്ടോന്ന് വെക്കാൻ പറയട്ടെ? അതൊന്നും വേണ്ട കണ്ണേട്ടാ, ഫ്ലാസ്കിലെ ചായ കുടിച്ചാൽ എനിക്കെന്തോ ഛർദ്ദിക്കാൻ വരും. അപ്പോൾ രാധിക ഗീതുവിനെ തുറച്ചു നോക്കുക. അതെ, ഫ്ലാസ്കിലെ മണം ഇഷ്ടമല്ലാത്തതുകൊണ്ടുള്ള ഛർദ്ദിക്കാൻ വരില്ല, വേറൊന്നുമില്ല കേട്ടോ എന്നും പറയണം. ഇത് കേട്ടതും ഗീതു വീഴാൻ പോകുന്നതിൽ അഭിനയിക്കുക. അപ്പോൾ ഗോവിന്ദ് ഗീതുവിനെ താങ്ങി പിടിക്കുക. എൻ്റെ ഗീതു, എന്തായാലും ഞാൻ നിനക്കൊരു കോഫി മേക്കർ മേടിച്ചു തരാം. കുടിക്കാൻ തോന്നുമ്പോഴൊന്നും നീ ആരെയും വിളിക്കണ്ട, ഇവിടെ വെച്ച് തന്നെ നമുക്ക് കുടിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനെ താങ്ങി പിടിച്ച് ആ ചെയറിലിരുത്തുക. മോളിവിടെ ഇരിക്കേ, ഞാൻ പോയി ഒരു കോഫി എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് രാധികയോട്, അമ്മേ ഒരു 5 മിനിറ്റ് ഇവിടെ നിൽക്കണേ, ഞാൻ ഗീതുവിന് കോഫി എടുത്തോണ്ട് വരുന്നവരെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങ് പോവുക. ഗോവിന്ദ് പോയി കഴിഞ്ഞതും നമ്മുടെ ഗീതു എഴുന്നേറ്റ് ഡാൻസ് കളിക്കുക. ഹലോ രാധിക അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണാ എന്നും പറഞ്ഞ് രാധിക ഒച്ചത്തിൽ വിളിക്കുമ്പോഴേക്കും ഗീതു ഓടിപ്പോയി ആ കസാരയിലിരുന്നു. അപ്പം രാധിക, എടി നീ ഇപ്പോൾ എഴുന്നേറ്റ് ഡാൻസ് കളിച്ചില്ലേടി? ഡാൻസോ? ഞാനോ? എൻ്റെ അമ്മേ, ഇതാ അമ്മയുടെ കുഴപ്പം. കാണാത്തത് കണ്ടു എന്ന് പറയാ, കേൾക്കാത്തത് കേട്ടു എന്ന് പറയാ, അവർ പറയാത്തത് പറഞ്ഞു എന്ന് പറയാ. എൻ്റെ അമ്മയ്ക്ക് എന്തോ അസുഖമുണ്ട്, കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു തകൃത തൈ എന്ന് പറഞ്ഞുകൊണ്ട് രാധികയെ കളിയാക്കുക. ഒന്ന് പൊടി എന്നും പറഞ്ഞുകൊണ്ട് രാധിക പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. ഈ സമയം ഗീതു ഇരുന്ന് ഭയങ്കര ചിരി എന്ന് പറഞ്ഞാൽ ഒരു 1.5 ചിരി. പിന്നീട് കാണിക്കുന്നത് ഗീതു രാധിക അങ്ങ് പോയത് പതുക്കെ എഴുന്നേറ്റ് ഞൊണ്ടി പുറത്തേക്ക് വരികയാണ്. അപ്പോഴേക്കും അവർണിക വന്നു.
അവർണികയെ കണ്ടതും ആഹാ അവർണികയോ അതെ ഗീതാഞ്ജലി, കുഴപ്പമൊന്നുമില്ലല്ലോ, നടക്കാൻ പറ്റുന്നുണ്ടോ? എത്ര നാൾ കണ്ണേട്ടൻ്റെ സഹായത്തിൽ നടക്കും, പാപം ഞാൻ കാരണം ഓഫീസിൽ പോലും പോകാതെ ഇവിടെ തന്നെ ഇരിക്കുക, അതുകൊണ്ട് തന്നെ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കാമെന്ന് കരുതി. എന്തായാലും ഒരു 2 ദിവസം, അത് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലേക്ക് വരും. ഇത്ര പെട്ടെന്ന് വേണോ ഗീതാഞ്ജലി? എന്തായാലും ഞാൻ അവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. അത് വേണ്ട വർണിക, അവിടുത്തെ കാര്യങ്ങളും എൻ്റെ കണ്ണേട്ടൻ്റെ കാര്യങ്ങളും മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ഓഫീസിലേക്ക് വരും. നന്നായി, ഗീതാഞ്ജലിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗീതാഞ്ജലിക്ക് നടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഗീതാഞ്ജലി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മനസ്സിലെ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുന്ന, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. എന്താ വർണിക? ഗീതാഞ്ജലിയുടെ ഗോവിന്ദേട്ടനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? അത് കേട്ടതും ഗീതു പറയുക, ഞാൻ ഈ ചോദ്യം പണ്ടായിരുന്ന വർണിക എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ എനിക്കൊരു ഉത്തരവ് ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഉണ്ട്, ഇപ്പോൾ ഉണ്ട്. ഞാനൊന്ന് കരഞ്ഞ എൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ ആ മനുഷ്യനുണ്ട്. ഞാനൊന്ന് വീണ എന്നെ താങ്ങിപ്പിടിക്കാൻ ആ മനുഷ്യനുണ്ട്. എനിക്കൊരു സങ്കടം ഉണ്ടായാൽ എൻ്റെ സങ്കടം ഏറ്റുവാങ്ങി എൻ്റെ കൂടെ നിന്ന് കരയാൻ ആ മനുഷ്യനുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ് എൻ്റെ കണ്ണേട്ടൻ മാത്രമാണ് ഇന്നെൻ്റെ മനസ്സിലുള്ളത് എന്നും ഗീതു വളരെ ആത്മാർത്ഥമായിട്ട് പറയുക. ഇത് കേട്ടതും അവർണിക കണ്ണ് നിറഞ്ഞ് ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഗീതുവിനെ ചേർത്ത് പിടിച്ചു. അത് കണ്ടതും ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ചോദിക്കുക, എന്താ വർണിക, എന്തു പറ്റി? സോറി ഗീതാഞ്ജലി. എന്തിനാ എന്നോട് സോറി പറയുന്നത്? ഇന്നലെ ഒരു രാത്രി മുഴുവനും ഗീതാഞ്ജലി ഞാൻ തെറ്റിദ്ധരിച്ചു. അതിന് എന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് തന്നെ പറയാമല്ലോ. എന്താ വർണിക, എന്താ ഉണ്ടായത്? എന്താണെങ്കിലും എന്നോട് തുറന്നു പറ. അതൊക്കെ വിട്ടുകള. ഇല്ല, അവർണിക എന്നെ തെറ്റിദ്ധരിച്ചതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയണം. പറ അവർണിക, എന്താ അത് എന്ന് ചോദിക്കണം. അത് കേട്ടതും അത് പിന്നെ ഗീതാഞ്ജലി നാട്ടിലെ ഒരു പാവപ്പെട്ട പയ്യനെ സ്നേഹിച്ച് തേച്ചതാണെന്നും ഗോവിന്ദ് സാറിനെ പോലൊരു പണക്കാരനെ വളച്ചെടുത്ത് കല്യാണം കഴിച്ചാണെന്നൊക്കെയാണ് അറിഞ്ഞത്. നാട്ടുകാരുടെ കമൻറ്റ് മുഴുവനും അങ്ങനെയാണ്. അത് കേട്ടതും ഗീതു ഞെട്ടലോടുകൂടെ ഗീതു അവർണികയോട് ചോദിച്ചു, നാട്ടുകാർക്ക് ഇങ്ങനെ ഒരു കമൻ്റ് ഉണ്ടെന്ന് അവർണികയോട് ആരാ പറഞ്ഞത്? അത് പിന്നെ നാട്ടുകാരുടെ കമൻറ്റാ ഗീതാഞ്ജലി. ഇല്ല, നാട്ടുകാർക്ക് ഇങ്ങനെ ഒരു കമൻ്റ് ഉണ്ടെന്ന് അവർണികയോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതാരാണെന്ന് പറ. അത് വേറെ ആരുമല്ല, കിച്ചു എന്നോട് ഇക്കാര്യം പറഞ്ഞത്. അത് കേട്ടതും താൻ ബാംഗ്ലൂർ പോയതും ബാംഗ്ലൂർ വെച്ച് കിഷോർ 1 കോടി രൂപ മേടിച്ച് ഗീതുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതും അതിനുശേഷം ഗീതുവിനെ മഹേഷിനെ തിരിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതും ഒക്കെ ഗീതു ആലോചിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഗീതു അവർണികയോട് പറഞ്ഞു, അതെ, എനിക്ക് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അവർണിക, ഇത് ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് അറിഞ്ഞതൊക്കെ സത്യമാണ്. കള്ളം പറയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. പിന്നെ എല്ലാ കഥകളും എല്ലാവരോടും ആരും തുറന്ന് പറയില്ല. അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. പക്ഷേ ഇനി അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അവർണിക എല്ലാം അറിയണം. എൻ്റെ ഫ്രണ്ട് എന്ന നിലയ്ക്ക് അവർണികയോട് ഞാൻ എല്ലാം പറയാം. ആരെയാണ് തേച്ചതെന്നും എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്നും ഒക്കെ ഞാൻ പറയും. ഇന്ന് വൈകുന്നേരം ഞാൻ അവർണികയുടെ കിച്ചും ബീച്ചിൽ വരണം. എനിക്ക് നിങ്ങൾ 2 പേരെയും ഒരുമിച്ച് കാണണം. നിങ്ങളോട് 2 പേരോടും എനിക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം. അത് വെറും കമൻറ്റ് മാത്രമല്ല ഗീതു, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷേ എനിക്ക് ഗീതാഞ്ജലി വിശ്വാസം അതുപോരല്ലോ. കിച്ചുവിൻ്റെ സ്റ്റാഫാണ്. അങ്ങനെയുള്ളപ്പോൾ തൻ്റെ കിച്ചുവിന് എന്നെ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കിച്ചുവിൻ്റെ സംശയവും മാറ്റിക്കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ? അതുകൊണ്ട് ഞാനത് ചെയ്യണം. നിങ്ങൾ ബീച്ചിൽ വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയുമ്പോൾ തൻ്റെ കിച്ചുവും അവിടെ തന്നെ ഉണ്ടാവണം എന്നും ഗീതു പറയുക. അത് കേട്ടതും നമ്മുടെ അവർണിക ആകെ ഞെട്ടലോടുകൂടെ നിൽക്കുക. അപ്പോൾ ഗീതാഞ്ജലി അകത്തേക്ക് പോയി. ഈ സമയം അകത്തേക്ക് പോയ ഗീതാഞ്ജലി അവിടെ പോയിരുന്ന് ഭയങ്കരമായിട്ട് കരയുക. ഈശ്വര, ഓരോ കാര്യങ്ങളും മറക്കാൻ ശ്രമിക്കുമ്പോൾ കുത്തിപ്പൊക്കി എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഇനി പൊറുക്കാൻ പറ്റില്ല. അവൻ്റെ എല്ലാ കള്ളത്തരങ്ങളും അവർണിക അറിയണം. അവർണികയോട് തുറന്ന് പറയണം. ഇല്ലെങ്കിൽ അവൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ് വരിക. പെട്ടെന്ന് തന്നെ ഗീതു കണ്ണു തുടച്ചു. അപ്പോൾ ഗോവിന്ദ്, അവർണിക എന്താ പോയത്? അവർണിക പോയോ? ഞാൻ ചോദിച്ചപ്പോൾ പോകുന്നു എന്നും പറഞ്ഞാൽ പോയത്, വേറെ ഒന്നും പറഞ്ഞില്ല. എന്തു പറ്റി? ഒന്നുമില്ല കണ്ണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കരയുക. എന്തിനാ മോളെ നീ കരയണേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഗീതു ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക. എന്താ മോളെ, എന്തു പറ്റി? നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴാതിരിക്കാനല്ലേ ഞാൻ കൂടെ നിന്ന് നിന്നെ നോക്കുന്നത്. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? നീ കരയുമ്പോൾ എനിക്കത് സഹിക്കില്ല കേട്ടോ എന്നും പറഞ്ഞ് ഗോവിന്ദൻ ആകെ ടെൻഷനോടുകൂടെ ചോദിക്കുക. എനിക്ക് മനസ്സിനെ ഒന്ന് ഇതാക്കാനുള്ള ഒരു സമയം കണ്ണേട്ടാ. ഞാൻ പറയാം, എല്ലാം പറയാം. പക്ഷെ എനിക്ക് ഒറ്റയടിക്കങ്ങ് പറയാൻ പറ്റുന്നില്ല ആ കാര്യങ്ങളൊന്നും എന്നും പറഞ്ഞ് ഗീതു കരയുക. നിൻ്റെ മനസ്സിലെ വിഷമങ്ങൾ എന്താണെന്ന്
മറ്റൊരാളോട് തുറന്നു പറയുമ്പോഴല്ലേ നിന്റെ മനസ്സിലെ ഭാരം ഇറങ്ങുന്നത്. നീ പറ, എന്നോട് പറ, എന്താണെങ്കിലും ഞാൻ പരിഹരിക്കും. എനിക്കറിയാം എൻ്റെ കണ്ണേട്ടൻ എന്നെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കുമെന്ന്. എന്താ അമ്മ വല്ല വഴക്ക് പറഞ്ഞോ? ഇല്ല, അത് ഈ കുടുംബത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല, എൻ്റെ പേഴ്സണൽ മാറ്ററിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു സങ്കടം എനിക്കുണ്ടായിട്ടില്ല. ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുമ്പോഴും എന്നെ കുത്തിപ്പൊക്കി വീണ്ടും വീണ്ടും ഓരോന്ന് ഓർപ്പിക്കുക കണ്ണേട്ട. എന്താ മോളെ, എന്തു പറ്റി, നിനക്ക് എന്താ സംഭവിച്ചത്, അവർണിക വല്ലതും പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദാകെ സങ്കടത്തോടെ ഗീതുവിൻ്റെ കണ്ണുനീരൊക്കെ തുടച്ച് ഗീതുവിനെ ആശ്വസിപ്പിക്കുക. അപ്പോൾ ഗീതു, ഞാൻ പറയാം കണ്ണേട്ട, എൻ്റെ കണ്ണേട്ടനോടല്ലാതെ ഞാൻ പിന്നെ ആരോടെ ഇതൊക്കെ പറയേണ്ടത്? ഞാൻ എന്തായാലും പറയാം. കുറച്ചു നേരം എൻ്റെ മനസ്സിനെ ഞാൻ ഒന്ന് പാകപ്പെടുത്തിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു മുഖം കഴുകാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഗോവിന്ദന് വലിയ സങ്കടമായി. ഈശ്വര, ഗീതുവിന് ഒരാപത്ത് സംഭവിക്കരുത്, അവൾ കരയാതിരിക്കാനാണ് ഞാൻ ചിരിച്ചുകൊണ്ട് അവൾക്കൊപ്പം നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഗീതുവിൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിഷോറിനെയാണ്. കിഷോർ അവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അവർണിക വന്നിട്ട് നീ ഗീതാഞ്ജലിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണ് കിച്ചു എന്നും അവർണിക പറയുകയാണ്. അത് കേട്ടതും എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, ഞാൻ അവിടെ ചെന്ന് ഗീതാഞ്ജലിയോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോഴും ഗീതാഞ്ജലി പറഞ്ഞ ഓരോ കാര്യത്തിലും നിന്നും എനിക്ക് എന്താ മനസ്സിലായെന്നറിയാമോ? ഗീതാഞ്ജലി ഗോവിന്ദ് സാറിനെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. ഒരു ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ട എല്ലാ സ്നേഹവും ഗീതാഞ്ജലി കൊടുക്കുന്നുണ്ട്. അത് നീ ഭർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് നിന്നെ പറ്റിക്കാൻ ഗീതാഞ്ജലി മാഡത്തിന് എളുപ്പമായിരുന്നു. അതുകൊണ്ടാണ് നിന്നോട് ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞത്. കിച്ചു, മതി, നിർത്ത്, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. എനിക്ക് നന്നായിട്ട് അറിയാടാ നീ എന്തൊക്കെയാ പറഞ്ഞു പരത്തുന്നതെന്ന്. ഗീതുവിനോട് നിനക്ക് ദേഷ്യമുണ്ട്. ആ ദേഷ്യം അവളുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പരത്തിയതിന് നിന്നെ ഞാൻ വെറുതെ വിടിലകിച്ചു. അത് കേട്ടതും എൻ്റെ അവർണിക, നാട്ടുകാരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കും, ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം സത്യാവസ്ഥ എന്താണെന്ന്. അങ്ങനെയുള്ളപ്പോൾ നീ ഗീതാഞ്ജലി പറയുന്നത് മാത്രം കേട്ടിട്ട് എൻ്റെ മകിട്ട് കയറേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ നിനക്ക് അതിലേതെങ്കിലും ഒരു നാട്ടുകാരനെ എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്താൻ പറ്റുമോ? ഞാൻ ചോദിക്കുക അയാളോട്. അത് കേട്ടതും എനിക്കതിൽ നേരമൊന്നുമില്ല. നാട്ടുകാരുടെ പിന്നാലെ പോകലും അവളുടെ പിന്നാലെ പോകലും അല്ല എൻ്റെ പണി. വേറെ ഇഷ്ടം പോലെ ജോലി കിടപ്പുണ്ട്. അതിനിടയിൽ അവളുടെ അവിഹിതം കണ്ടുപിടിക്കാൻ നടക്കുന്നത്. വേണ്ട കിച്ചു, ഇനിയും ഗീതാഞ്ജലിയെക്കുറിച്ച് നീ അനാവശ്യം പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. നീ എന്തായാലും ചെയ്തതൊട്ടും ശരിയായില്ല കിച്ചു. അപ്പോഴേക്കും ശ്രീജ അങ്ങോട്ട് വരിക. ശ്രീജ അവരുടെ രണ്ടുപേരുടെ സംസാരം നോക്കി നിൽക്കുക. ഈശ്വര, അവർണിക ചേച്ചി പറയുന്നത് എത്ര സത്യം. ഗീതു ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ കിഷോറേട്ടനെ ചോദിച്ചുകൊണ്ട് വന്നതാണ് ഗീതു. അപ്പോഴാണ് കിഷോറേട്ടൻ ഗീതുവിനെ ചതിച്ചത്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തിനാ ഏട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഗീതുവിനെക്കുറിച്ച് ഓരോ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയാലും ഏട്ടന് തന്നെയാണ് അത് ആപത്തെന്ന് ഏട്ടൻ മനസ്സിലാക്കിയില്ലല്ലോ ഭഗവാനെ എന്നും പറഞ്ഞ് ശ്രീജ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം അവർണിക ചോദിക്കുക, എടാ പറയടാ, ഭാഗ്യം കൊണ്ട് ഇന്ന് ഞാനത് ഗീതാഞ്ജലിയോട് ചെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ ഗീതാഞ്ജലി പറഞ്ഞ ഓരോ മറുപടിക്കും ഞാൻ നാണം കെട്ട് ഗീതുവിൻ്റെ മുൻപിൽ തല കുമ്പിട്ടാണ് നിന്നത്. നിനക്കറിയോ, ഗീതാഞ്ജലിക്ക് ഗോവിന്ദ് സാറിനോടുള്ള സ്നേഹം ആത്മാർത്ഥമായ സ്നേഹമാണ്. അല്ലാതെ നിന്നെപ്പോലെ പ്രേമിക്കുമ്പോൾ മാത്രം സ്നേഹിച്ച ഒരാളല്ല ഗീതാഞ്ജലി. ഗീതാഞ്ജലി ഒരാളെ തേച്ചിട്ടുണ്ടെന്ന് നീ പറഞ്ഞല്ലോ. ശരിക്ക് ഗീതാഞ്ജലി ആയിരിക്കില്ല തേച്ചത്, അവനായിരിക്കും ഗീതാഞ്ജലിയെ തേച്ചിട്ട് പോയത്. അല്ലാതെ ഗീതാഞ്ജലിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഇല്ലെന്ന് ഇന്നത്തോടെ എനിക്ക് വ്യക്തമായടാ. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഗീതാഞ്ജലിയുടെ മേലെ നിനക്കുണ്ടായ തെറ്റിദ്ധാരണ മാറണം. അതിന് നീ ഇന്ന് എൻ്റെ ഒപ്പം വൈകുന്നേരം 4 മണിക്ക് ബീച്ചിൽ വരണം. ബീച്ചിലോ? അതെന്തിന്? ബീച്ചിൽ വന്ന് നിന്നെ കാണണമെന്ന് ഗീതാഞ്ജലി എന്നോട് പറഞ്ഞു. എന്നെ കാണണമെന്നോ? അതെന്തിനാ? ഗീതാഞ്ജലിയുടെ ജീവിതത്തിൽ എന്താ നടന്നതെന്നും എന്തൊക്കെയാ സംഭവിച്ചതെന്നും എല്ലാം തുറന്നു പറയാമെന്ന് ഗീതാഞ്ജലി പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതും കിഷോർ ഞെട്ടി. ഈശ്വര, ഞാൻ തന്നെ എനിക്കുള്ള കുഴി തോണ്ടിയോ എന്നും കിഷോർ ആലോചിക്കുകയാണ്. അത് പിന്നെ ഞാനാണ് നിന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് നീ ഗീതാഞ്ജലിയോട് പറഞ്ഞു അവർണിക? പറയാതെ പിന്നെ പറ്റില്ലല്ലോ. എന്നോട് തറപ്പിച്ച് ചോദിച്ചു ആരാണെന്ന്. ഞാൻ ആദ്യം പറഞ്ഞില്ല, നാട്ടുകാരുടെ കമൻ്റ് എന്ന് മാത്രം. പക്ഷെ നാട്ടുകാർക്ക് അങ്ങനെ ഒരു കമൻ്റ് ഉണ്ടെന്ന് ആരാ പറഞ്ഞതെന്ന് ഗീതാഞ്ജലി കുത്തി ചോദിക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കിച്ചുവാണ് അത് പറഞ്ഞതെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. അതുകൊണ്ടാണ് ഗീതാഞ്ജലി പറഞ്ഞത്. ഗീതാഞ്ജലിയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്നും ഗീതാഞ്ജലിക്ക് എന്താ പറ്റിയെന്നും ഗോവിന്ദ് സാറിൻ്റെ ഭാര്യയായത് എങ്ങനെയാണെന്നും എന്നൊക്കെ ഗീതാഞ്ജലി ഇന്ന് തുറന്നു പറയാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എനിക്കും ആ
കഥ കേൾക്കണം. എന്തായാലും ഗീതാഞ്ജലിയെക്കുറിച്ച് ഇങ്ങനൊരു നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞ നിനക്ക് നീ പറഞ്ഞത് സത്യമാണോ, ഗീതാഞ്ജലി പറയുന്നതാണോ സത്യമെന്ന് എനിക്കറിയണമല്ലോ. അവൾ പല കള്ളങ്ങളും പറഞ്ഞ് നിന്നെ പറ്റിക്കോ അവർണികെ. ഇതൊക്കെ കേട്ടിട്ട് നീ എന്തിനാ അങ്ങോട്ട് പോയത്? നീ ഇങ്ങനെ ഉടായ്പൊന്നും കാണിക്കണ്ട. എനിക്കറിയാം നീ വീണോടത്ത് കിടന്ന് ഉരുണ്ട് കളിക്കുകയെന്ന്. എന്തായാലും നിന്റെ അടവൊന്നും നടക്കില്ല മോനെ. ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കണം. നീ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പോയി ഗീതുവിനോട് ചോദിച്ചതുകൊണ്ട് ഗീതുവിൻ്റെ മുൻപിൽ നാണം കെട്ടത് ഞാനാ. അതുകൊണ്ട് നിന്നെ ഇന്ന് ഗീതുവിൻ്റെ മുൻപിൽ എത്തിക്കാനുള്ള എല്ലാ കാര്യവും ഞാൻ ചെയ്യും. നീ വന്നേ പറ്റൂ. ഇത് അവർണികയുടെ ഓർഡറാ എന്നും അവർണിക പറയാണ്. ഞാൻ വരുന്നില്ല. നീ ബീച്ചിലേക്ക് വന്നില്ലെങ്കിലേ ഗീതാഞ്ജലി നമ്മുടെ വീട്ടിലേക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബീച്ചിലേക്ക് നീ വന്നില്ലെങ്കിൽ വരണ്ട. നിനക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ലല്ലോ. ഗീതാഞ്ജലി വരുമ്പോൾ നീ ഇവിടെ തന്നെ ഉണ്ടാവും എന്നും അവർണിക പറയുന്ന കേട്ട് ഞെട്ടലോടുകൂടെ കിഷോർ അവർണികയെ നോക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം. അതേ പ്രേക്ഷകരെ പലതും മറക്കാനും പൊറുക്കാനും ശ്രമിക്കുമ്പോൾ എല്ലാം കുത്തിപ്പൊക്കുകയാണ് വീണ്ടും കിഷോർ. അത് കിഷോറിനുള്ള കുഴി തന്നെയായി മാറുമെന്ന് കിഷോർ അറിയാതെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാ സത്യങ്ങളും തുറന്നു പറയാനൊരുങ്ങി ഗീതു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.